ആ പറച്ചില് തന്നെ ഉണ്ട് അവളെ, അതായത് ഇന്നസെന്റ് ആയിട്ട് പറയുന്നതാ, പുറത്തുനിന്ന് കാണുന്നതല്ല അതിന്റെ അകത്ത് നടക്കുന്ന കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അകത്ത് കിട്ടുന്ന പെർസ്പെക്റ്റീവ് അല്ല പുറത്ത് കിട്ടുന്ന പെർസ്പെക്റ്റീവ്. സീക്രട്ട് ഏജന്റിന് എനിക്ക് വലിയ താല്പര്യമില്ല. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് സീക്രട്ട് ഏജന്റ്. ഒരു കാര്യത്തിനെ വൾഗാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതും അതിന് ഓവർ എക്സാജറേറ്റ് ചെയ്യുന്നതും രണ്ടും മെലോ ഡ്രാമയല്ല. സെക്ഷുവലൈസ് ചെയ്ത് ഒരു സംഭവം ഞാനും ജാസ്മിനും തമ്മിൽ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല, കാരണം വിൽക്കാൻ പറ്റുന്ന കോണ്ടന്റിന്റെ ഒരു പീസ് ഓഫ് ദ കേക്ക് ദേ വാണ്ടഡ് ഇറ്റ്, ദേ ഹാഡ് ഇറ്റ്. ജാസ്മിനും നോറയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് സത്യമാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിനെ എതിർത്ത് ആര് സംസാരിച്ചു കഴിഞ്ഞാലും ഞാൻ അതിനോട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചാനലിൽ നടന്നൊരു കോമഡി ഷോയിൽ ഈ സെയിം കോണ്ടന്റ് എടുത്തിട്ട് അതിനെ സെക്ഷുവലൈസ് ചെയ്ത് വൾഗറായിട്ട് ഭയങ്കര ഓവർ എക്സാജറേറ്റ് ചെയ്ത് ചെയ്തത് ഞാൻ കണ്ടു. അഭിഷേക് ശ്രീകുമാർ ഇസ് നോട്ട് പ്ലേയിങ് ദ ഗെയിം. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അഭിഷേക് ഗെയിം കളിക്കുന്നത്. ആദ്യത്തെ ആഴ്ച അഭിഷേക് ഒരു ബോംബ് ഭയങ്കര പുറത്തുനിന്ന് പഠിച്ചു വന്നൊരു സാധനം അതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, അത് ഭയങ്കരമായിട്ട് കത്തി. അത് നല്ലായിരുന്നു. ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഓ മൈ ഗോഡ് ഗ്രേറ്റ്, ഭയങ്കര കിടിലൻ ഗെയിമറാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ 2 ദിവസം കൊണ്ട് ഷൂ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കത്തി തീർന്നു. ബിഗ് ബോസ് ഒരു ലോക്കട്ട് ഇപ്പോൾ അവിടെ തീർന്നു. പക്ഷെ പിന്നെ ഇപ്പോൾ അഭിഷേക് കുറച്ചുകൂടി കയറി നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്നുണ്ട്. ടാസ്കുകളിലെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സംസാരിക്കുന്നില്ല അഭിഷേക്, അതായത് കാര്യങ്ങൾ പറയാനായിട്ട് അഭിഷേകിന് ആ ഒരു വൊക്കാബുലറി സ്കില്ലുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സ്ട്രോങ് അല്ല. വാക്കുകൾ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അഭിഷേക് ചിലപ്പോൾ തളർന്നു പോകും. കാരണം ഓർത്ത് വെക്കില്ല, ഒന്നും മനസ്സിൽ വെക്കില്ല അഭിഷേക്, അതങ്ങോട്ട് വിടും. നമ്മൾ ഓർത്ത് വെക്കുമ്പോഴാണ് അവർക്കെതിരെ നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ ഒരു ഗെയിം അഭിഷേകിനില്ല. ഫിസിക്കൽ ടാസ്കുകൾ അഭിഷേക് നന്നായിട്ട് കളിക്കും. നന്ദു ഇസ് എ വെരി പ്യുവർ സോൾ. ഋഷീനേക്കാളും പ്യുവറായിട്ടുള്ള ആളാണ് നന്ദന. കാരണം നന്ദനയുടെ അമ്മേനെ കാണുമ്പോൾ നമുക്കറിയാം ആൾ ഭയങ്കര കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെയാണ് നന്ദന. തൃശ്ശൂരുകാരിയും കൂടിയാണ്. അപ്പോൾ ആ നാച്ചുറൽ ട്രേറ്റ്സ് എല്ലാം ഉണ്ട്. അതായത് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ തല്ലുപിടിക്കുന്ന സമയത്ത് തല്ല് പിടിക്കാൻ വേണ്ടിയിട്ട് അവൾ നല്ല രീതിയിൽ തല്ലുപിടിക്കും. പക്ഷേ എന്നാൽ സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻസ് ഉണ്ട്. പിന്നെ നന്ദനെ കുറച്ച് അവഗണിക്കപ്പെടുന്നുണ്ട്, അതായത് ആളുകൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അത് അവൾ പറയുന്ന കുറേ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാനത് ഇരുന്ന് സംസാരിച്ചിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ നമുക്ക് അവൾക്കത് മനസ്സിലാവും. ഇപ്പോൾ അവൾ നന്നായിട്ട് കളിച്ച് വരുന്നുണ്ട്. നന്ദന ഇസ് റിയലി റിയലി ഇന്നസെന്റ്, ഗുഡ് ഹാർട്ടഡ് പേഴ്സൺ. നന്ദന വരുമ്പോൾ ലാലേട്ടനോട് പറയുന്നുണ്ടായിരുന്നു, ലാലേട്ട ഞാനോട് ചെന്നാൽ ജാസ്മിനെ വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിക്കുമെന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞില്ലേ, അതായത് ആ പറച്ചില് തന്നെ ഉണ്ട് അവളെ, അതായത് ഇന്നസെന്റ് ആയിട്ട് പറയുന്നതാ. അവളങ്ങനെ ആലോചിച്ചിട്ടൊന്നുമല്ല ഒന്നും പറയണത്. ഇല്ല, അതാ പറഞ്ഞത്. അതിൻ്റെ അകത്ത് വരുമ്പോൾ ആളുകളുടെ പെർസ്പെക്റ്റീവ് മാറും. കാരണം പുറത്തുനിന്ന് കാണുന്നതല്ല അതിൻ്റെ അകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അകത്ത് കിട്ടുന്ന പെർസ്പെക്റ്റീവ് അല്ല പുറത്ത് കിട്ടുന്ന പെർസ്പെക്റ്റീവ്, രണ്ടും രണ്ടാണ്. സൈൻ എനിക്ക് ഇഷ്ടമാണ്. സൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുറത്തുനിന്ന് സീക്രട്ട് ഏജന്റിന് എനിക്ക് വലിയ താല്പര്യമില്ല. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് സീക്രട്ട് ഏജന്റ്. പക്ഷേ ഐ എം എ ഫാൻ ഓഫ് സൈൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം സായി ഭയങ്കര ജെനുവിനാണ്. കുറേയൊക്കെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കും അവൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട്. സൈലൻ്റായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. പക്ഷേ ഭയങ്കര നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് സായി. അതായത് അപ് ടു എൻ എക്സ്റ്റെൻറ്റ് നമുക്കൊരാവശ്യം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ മനസ്സമാധാനം തരുന്ന ഒരാളാണ് സായി. ഭയങ്കര അത് ആ പട്ടികളോടുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ നമുക്ക് അത് കുറേ കൂടി മനസ്സിലാവും. ഹീസ് എ ജെന്യുവൻ പേഴ്സൺ. ഞാനുണ്ടായിരുന്നു. ഞാൻ ആ സ്കിറ്റ് കണ്ട സമയത്ത് ആക്ച്വലി എനിക്ക് നാച്ചുറലി ഭയങ്കരമായിട്ട് അത് ട്രിഗേർഡായിരുന്നു. കാരണം ഒരു കാര്യത്തിനെ വൾഗാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതും അതിന് ഓവർ എക്സാജറേറ്റ് ചെയ്യുന്നതും രണ്ടും മെലോ ഡ്രാമയല്ല. അത് വൾഗറാണ്. മെലോ ഡ്രാമ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. മെലോ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസിനെ ഹൈ ആക്കി കാണിക്കുന്നതിനാണ് മെലോ ഡ്രാമ എന്ന് പറയുന്നത്. അവർ കാണിച്ചത് ഒരു പെർസ്പെക്റ്റീവ് എടുത്തിട്ട് അതിനെ വളച്ചൊടിച്ച് അതിൽ വൾഗാരിറ്റി ആഡ് ചെയ്തു. അതായത് ഈ ഒരിക്കൽ പോലും അങ്ങനൊരു സാധനം ആക്ട് ആ വീടിൻ്റെ അകത്ത് നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഭയങ്കര സെക്ഷുവലൈസ് ചെയ്ത് ഒരു സംഭവം ഞാനും ജാസ്മിനും തമ്മിൽ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഒരു കോമഡി കോണ്ടന്റ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് ഭയങ്കര മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിനെ എതിർത്ത് ആര് സംസാരിച്ചു കഴിഞ്ഞാലും ഞാൻ അതിനോട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കറിയാം എൻ്റെ ശരി എന്താണെന്നുള്ളത്. അവരന്ന് അത് ചെയ്യുമ്പോഴും ഞാൻ അവിടെ മിണ്ടാതെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വില കൊടുക്കുന്നില്ല. കാരണം അവരവരുടെ നിലവാരം കാണിക്കുന്നു, ഞാൻ എൻ്റെ നിലവാരത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ അവരുടെ നിലവാരത്തിലേക്ക് താഴ്ന്നാൽ മാത്രമാണ് ഞാൻ അതിനോട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അവർ കാണിച്ചിട്ട് പോട്ടെ. ഇപ്പോൾ അവർ മാത്രമൊന്നുമല്ല, പുറത്തിറങ്ങിയതിന് ശേഷം ഭയങ്കര പ്രമുഖമായിട്ടുള്ളൊരു ചാനലിൽ നടന്നൊരു കോമഡി ഷോയിൽ ഈ സെയിം കോണ്ടന്റ് എടുത്തിട്ട് അതിനെ സെക്ഷുവലൈസ് ചെയ്ത് വൾഗറായിട്ട് ഭയങ്കര ഓവർ എക്സാജറേറ്റ് ചെയ്ത് ചെയ്തത് ഞാൻ കണ്ടു. പേഴ്സണലി അത് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് അത് വിഷമമുണ്ടാക്കി. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല. കാരണം വിൽക്കാൻ പറ്റുന്ന കോണ്ടന്റിൻ്റെ ഒരു പീസ് ഓഫ് ദ കേക്ക് ദേ വാണ്ടഡ് ഇറ്റ്, ദേ ഹാഡ് ഇറ്റ്. അതിൽ എനിക്ക് പ്രശ്നമില്ല. അവർ കഴിക്കട്ടെ, അങ്ങനെ കഴിച്ച് വരുന്ന തടി അവർ വെക്കട്ടെ. അപ്പോൾ അത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്നത്
ഈ കൺസേൺ പാർട്ടീസിനെയും ഇവരുടെ ഫാമിലീസിനെയാണ്. ആളുകൾക്ക് അത് കോമഡി ആയിരിക്കാം, പക്ഷെ ഒരാളുടെ മിസറി എടുത്ത് ഒരാളുടെ വേദനേനെ എടുത്തിട്ട് അതിലൊരു കോമഡി എലമെൻറ്റ് കൊടുത്ത് അതിനെ ഭയങ്കരമായിട്ട് ഓവർ എക്സാജറേറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് സഡിസ്റ്റിക് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അത്. അതായത് ഒരാളുടെ ഇപ്പോൾ ഒരു കൊലപാതകം നടന്നതിന് ഒരിക്കലും നമുക്ക് കോമഡി ആയിട്ട് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരാൾ അടിക്കുന്നതിനെ കോമഡി ആയിട്ട് കാണിക്കാൻ പറ്റില്ല. കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം അടി കൊണ്ടവനാണ് വേനെടുക്കുന്നത്. അത് സിനിമയിൽ ഓക്കെയാണ്, ഇൻ എ ഫിക്ഷണൽ സ്റ്റോറി ഇറ്റ്സ് ഫൈൻ. പക്ഷെ റിയൽ ലൈഫിൽ വിഷമങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഇത്രയും സൈബർ ബുള്ളിങ് അറ്റാക്കും അനുഭവിക്കുന്ന രണ്ടുപേരെ എടുത്ത് അവർക്കെതിരെ ഒരു സ്കിറ്റ് ഡിസൈൻ ചെയ്ത് അവർ ചെയ്യാത്ത കാര്യങ്ങൾ അതിൽ കൊണ്ടുവന്ന് അതിനെ ഓവർ എക്സാജറേറ്റ് ചെയ്ത് സെക്ഷുവലൈസ് ചെയ്ത് വൾഗറൈസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാവർക്കും അത് ഫണ്ണായിരിക്കും, പക്ഷെ ആ കൺസേൺ പാർട്ടീസിന് അതൊരിക്കലും ഒരു ഫണ്ണായിരിക്കില്ല. അവർക്ക് അവരുടെ ഹൃദയം തകരുന്ന, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന, അവരെ ബാക്കിയുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. അതായത് ഒരു സാധനം ഒന്ന് ഒതുങ്ങി വരുമ്പോൾ അയ്യേ ഇവർ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. അതിൽ നിന്നും മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത് ഇറ്റ്സ് എ വെരി സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി. ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. റസ്മിൻ ഭായി പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം ആള് മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തും അകത്തും സംസാരമായതാണ്. അപ്പോൾ എന്താ അതിനെക്കുറിച്ച് അഭിപ്രായം? ഞാനിപ്പോഴും ഈ ഷോയുടെ ഇൻറ്റഗ്രിറ്റീനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം ഞാൻ അതിൽ നിന്നിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് അവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ പ്രൈവസി ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളാണെങ്കിലും ദേ ഡൺ എ ബ്രില്യൻ ജോബ് ത്രൂ ഔട്ട് ദി ഗെയിം ആസ് ലോങ് ആസ് ഐ വാസ് ദെയർ. റസ്മിൻ പുറത്തുപോയ ഇൻസിഡൻറ്റിലാണെങ്കിലും ഞാൻ അറിഞ്ഞിടത്തോളം റസ്മിൻ ഒന്നും അകത്ത് അറിയാൻ പറ്റില്ല, കാരണം അവർ ആ പ്രൈവസി കീപ്പ് ചെയ്യും. റസ്മിൻ ആ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കേണ്ടതായിട്ട് ബിഗ് ബോസിൻ്റെ ആവശ്യമേ അല്ല. വൈ വുഡ് ദേ ഗിവ് ദാറ്റ് അഡ്വാൻറ്റേജ് ടു റസ്മിൻ? ഗെയിമിൽ ഒരു ചേഞ്ച് ഒരിക്കലും ഇല്ലല്ല. അവളുടെ കൂടെ നിന്നത് നഴ്സുമാരല്ല, ബിഗ് ബോസ് ഷോന്റെ റിലേറ്റഡ് ആൾക്കാരാണ്. അവരുടെ ജോലിയാണ് ആ പ്രൈവസി കീപ്പ് ചെയ്യാന്നുള്ളത്. ഇറ്റ്സ് ദെയർ ജോബ്. നഴ്സുമാർക്ക് ക്യാമറ ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ, പക്ഷേ അവിടെയും അവർക്ക് പ്രൈവസി കീപ്പ് ചെയ്യാന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ ഒരിക്കലും അത് ചെയ്യില്ല. ആൻഡ് റസ്മിൻ വാസ് സിക്ക്. എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, റസ്മിൻ ഹാഡ് എ ലോട്ട് ഓഫ് ടൈം ടു ഇൻട്രോസ്പെക്ട്. അതായത് അവൾക്ക് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത്, ആ മുറിയിൽ ഇരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, രാത്രികളിൽ അവൾക്ക് ഉറക്കമില്ല. ആ സമയത്ത് അവൾ ചിന്തിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ കുറേ ഡോട്ട്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മുടെ മനസ്സ് തന്നെ കണക്ട് ചെയ്ത് കൊണ്ടുവരും. പ്രത്യേകിച്ച് നമ്മൾ സിക്കാവുമ്പോൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. അപ്പോൾ കുറേ ഡോട്ട്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റസ്മിന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് അവൾ വീട്ടിലൊന്ന് ആക്ട് ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ പുറത്തു നിന്നൊരു നോളജ് റസ്മിന് കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഒരിക്കലും കിട്ടാൻ വഴിയില്ല. കാരണം അത്രയും ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ്. അത്രയും പ്രിവസി കീപ്പ് ചെയ്യുന്ന ഒരു ഷോ തന്നെയാണ്. ഒരാൾക്ക് ഫേവർ ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പെട്ടെന്ന് ചേഞ്ച് ചെയ്താലും വന്നിട്ടുണ്ട്, അതിന് എന്തെങ്കിലും കാരണം ഇതല്ലാതെ ഉണ്ടായിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആസ് ബീങ് എ കോമണർ, റസ്മിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, അതായത് ഇത്രയും നാൾ ഞാൻ നിന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ റസ്മിൻ ഇസ് എ വെരി ടാലന്റഡ് പേഴ്സൺ. ചില സമയത്ത് കോമണേഴ്സ് പെട്ടെന്ന് ഔട്ടായി പോകുന്ന സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ തോന്നാം, അതായത് അയ്യോ ഞാൻ എങ്ങനെയാണ് ഇത്രയും നാൾ നിന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നുള്ള സാധനം വന്നിട്ടുണ്ടാവാം. അപ്പം നെഗറ്റീവ് വരാതിരിക്കാൻ പരമാവധി അവർ ശ്രമിക്കും. അതായത് ഓഡിയൻസിൻ്റെ ഇടയിൽ വേറൊരു ഇമേജ് വരാതിരിക്കാൻ അവർ ശ്രമിക്കുക എന്നുള്ളത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പിന്നെ റസ്മിൻ സിക്കായിരുന്നു. പോയി വന്നതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് നാൾ റിക്കവർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആ റിക്കവറി ടൈമിൽ കുറച്ച് ചേഞ്ചുകൾ വന്നു എന്നല്ലാതെ ഭയങ്കര ചേഞ്ച് ഒന്നും വന്നില്ല. ഇപ്പോഴും റസ്മിൻ സംസാരിക്കുമ്പോൾ റസ്മിൻ നമ്മളോടുള്ള സ്നേഹം ഭയങ്കര വിസിബിൾ ആണ്. റസ്മിൻ ഭായി, അതേപോലെ തന്നെ ഗബ്രി, യാസ്മിൻ, നോറ, നിങ്ങൾ തമ്മിൽ നേരത്തെ കണക്ട് ചെയ്തു എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ജിൻഡോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. ജിൻഡോയോട് ഇവരുടെ നിങ്ങളുടെ കൂടെ കൂടാൻ പറഞ്ഞു, അടുത്ത് ഒന്നിച്ച് പ്രീ പ്ലാൻ ചെയ്ത് അടുത്ത് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിരുന്നു. നോറ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ഫോൺ നമ്പർ നിനക്ക് തന്നതല്ല, എന്നെ വിളിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നാലുപേരും നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിരുന്നോ? നോറ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ ആദ്യം പറയാം. നോറ എന്തോ ഫോൺ നമ്പറിൻ്റെ കാര്യം എന്തോ ചോദിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി ഞാൻ ജാസ്മിൻ്റെ അടുത്ത് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. കാരണം അത് ലൈവിലാണെങ്കിലും ഇപ്പം നമ്മൾ പറയുമ്പോൾ അത് ക്രെഡിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള പ്രൂഫ് അപ്പുറത്തുണ്ട്. എന്ത് പറഞ്ഞു, ഇപ്പം ഞാൻ നുണ പറഞ്ഞാലും അതിൽ നിന്ന് മനസ്സിലാക്കാം, അതായത് അവൻ നുണയാണ് പറഞ്ഞതെന്ന്. ഇപ്പം ഞാൻ പറയുന്നത്, ഞാൻ ആ നോറയുടെ ഇൻസിഡൻറ്റ് ചോദിച്ചിട്ടില്ല. ജാസ്മിനും നോറയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് സത്യമാണ്. അവർ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. രണ്ടുപേരും യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി ഉള്ളവരാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് തമ്മിൽ അറിയാം. സായിക്കും ജാസ്മിനും അറിയാം, ജാസ്മിനും സിജോനും അറിയാം. കാരണം അവർ കണ്ടു പരിചയമുണ്ടെന്നല്ലാതെ ബിഗ് ബോസ് ഷോ റിലേറ്റഡ് ആയിട്ട് അവർക്ക് പരിചയമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് അവരുടെ കാര്യമാണ്, അത് അവരാ പറയേണ്ടത്. ഞാൻ ഇവരാരെയും നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കിതിൽ ആ ഷോയിലാകെ പരിചയമുള്ളത് അൻസിബേനെയും, കണ്ടുപരിചയം പോലും ഉള്ളത് അൻസിബേനെയും ഋഷിനെയും മറ്റേ ഇവരെയാണ്. അൻസിബ, ഋഷി, സായി, ഇവരെ മൂന്നുപേരല്ലാതെ ഞാൻ സീരിയൽ കാണാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് സീരിയൽ റിലേറ്റഡ് ശരണ്യനെയോ അപ്സരനെയോ ഒന്നും അറിയില്ലായിരുന്നു. ശ്രീരേഖ ചേച്ചിനെ ഞാൻ വെയിലിൽ കണ്ടിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഇവരാരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഋഷിയായിട്ട് എനിക്ക് കുറേ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല ഋഷിനെ. ജാസ്മിനെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അത് ഓഡിഷൻ നടക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ വെച്ചിട്ട്. അതല്ലാതെ പിന്നെ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാലും ഐ ഡോണ്ട് തിങ്ക് ഈ സീസണിൽ ആ പ്ലാനിങ് നടക്കുമെന്ന്. കാരണം ഈ സീസൺ
ഫ്രഷ് ആയിട്ട് തുടങ്ങിയൊരു സീസണാണ്. നമുക്ക് തന്നെ പ്രഡിക്റ്റബിൾ അല്ല എന്താ നടക്കാൻ പോകുന്നത്, അകത്ത് എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ അതെല്ലാം പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. അപ്പോൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കണം. എനിക്ക് അതിൽ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ഈ 5 സീസൺ 6 സീസണായി ഇതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് വിലയിരുത്തും. ഞാൻ ആക്ച്വലി ബിഗ് ബോസിൻ്റെ അങ്ങനെ ഒരു ഫാനല്ല. ഞാൻ ബിഗ് ബോസ് ഷോസ് അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ റിയാലിറ്റി ഷോകൾ കാണുന്നത് വളരെ കുറവാണ്. ഹിന്ദിയിലും തമിഴിലും എല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. മലയാളത്തിലാണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പോയിട്ടുള്ള 1-2 സീസണിൻ്റെ കുറച്ച് എപ്പിസോഡുകളാണ് മെയിൻലി കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിൽ നിന്ന് കണക്ട് വിടും. എനിക്കിങ്ങനെ ഇത്രയും അലപ്പും പരിപാടികളൊന്നും നമുക്ക് അത്ര പ്രാക്ടിക്കലി കണ്ടിരിക്കാൻ വലിയ രസമില്ല. ചെയ്യാൻ രസമാണെങ്കിലും കണ്ടിരിക്കാൻ വലിയ രസമില്ലാത്തൊരു കാര്യമാണ്. ബിഗ് ബോസ് സീസൺ 6 വരെ ഉള്ളതിൽ ഏറ്റവും നല്ല സീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ ഫസ്റ്റ് സീസൺ വാസ് റിയലി ഗുഡ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ടസ്റ്റൻറ്റ് ക്വാളിറ്റി ആൻഡ് കോണ്ടന്റ് ക്വാളിറ്റിയിൽ ഐ വുഡ് സേ ഫസ്റ്റ് സീസൺ ഇസ് വെരി ഗുഡ്. കാരണം വന്നിരുന്നവരെല്ലാവരും നമുക്ക് സുപരിചിതരായിട്ടുള്ളവരായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ അടികൂടുന്നത് കാണാനായിട്ട് അതിലൊരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ഉണ്ട്. നമുക്കൊരു പരിചയമില്ലാത്ത കുറേ പേര് തല്ലിടുന്നത് കാണാനായിട്ട് വലിയ രസം ഉണ്ടാവില്ല. പിന്നെ കോണ്ടന്റ് വൈസ് ആണെങ്കിലും ഫസ്റ്റ് സീസണിൽ കുറേ അടിപൊളി വിഷ്വൽസ് ക്ലിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സീസൺ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഐ സീൻ എ ലോട്ട് ഓഫ് ക്ലിപ്സ് ആൻഡ് ദേ ആർ സ്റ്റിൽ ഡിസ്കസിങ് അബൌട്ട് ഇറ്റ്. ഇപ്പോഴും ലൈം ലൈറ്റിലുള്ളവരാണ്. അങ്ങനെ നോക്കുമ്പോൾ സീസൺ 1 ഇസ് റിയലി ഗുഡ്. അല്ലെങ്കിൽ പിന്നെ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ സീസൺ 6 ബിക്കോസ് ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇത് ഫ്രം ദ സോഴ്സസ് ദാറ്റ് ഐ നോ ഏറ്റവും TRP ഉള്ള സീസൺ 6 ആണ്. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സീസൺ 6 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രോഫിറ്റബിൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇതെല്ലാം ഒരു ബിസിനസ്സാണ്. ഇതൊരു ഷോ എന്ന് പറഞ്ഞാൽ 100% ഇറ്റ്സ് എ ബിസിനസ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പൈസ കൊണ്ടുവന്നതായിരിക്കുമല്ലോ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സീസൺ. 5 സീസണിനകത്ത് നിന്ന് വന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പേരുടെ പേര് പറയാൻ പറഞ്ഞു. കണ്ടസ്റ്റൻസ് വൈസ് സാബു ചേട്ടൻ ഇസ് ഐ റിയലി ലൈക്ക് സാബു ചേട്ടൻ. ശ്വേത ചേച്ചിനെ ആദ്യത്തെ സീസണിൽ ഞാൻ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരാഴ്ചയിൽ എന്തോ ഔട്ടായി പോയെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ വന്ന സമയത്ത് ഐ റിയലി ലവ്ഡ് ഹർ ആസ് എ പേഴ്സൺ. ഷീസ് എ ബ്രില്യൻ ഗെയിമർ. ഷീ നോ ഹൗ ടു ട്വിസ്റ്റ് ദ ഗെയിം. പിന്നെ എനിക്ക് ബ്ലെസ്ലിനെ ഇഷ്ടമാണ്. ബ്ലെസ്ലി ഐ ഫെൽറ്റ് ലൈക്ക് വെരി ഇൻ്റലിജൻറ്റ് പേഴ്സൺ. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾ. പിന്നെ കാം ആൻഡ് കമ്പോസ്റ്റ്. തെറിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവത്തേക്കാൾ കൂടുതൽ മിണ്ടാതെ ആളുകളെ ട്രിഗർ ചെയ്യാൻ അറിയാം. ദാറ്റ്സ് എ റിയലി ഗുഡ് ഗെയിം. കഴിഞ്ഞ സീസണിൽ എനിക്ക് ഞാൻ കഴിഞ്ഞ സീസൺ ഒട്ടും കണ്ടിട്ടില്ല. റോബിനെ എനിക്ക് ഒരു ഇതിൽ ഇഷ്ടമായിരുന്നു. ആദ്യത്തെ ആ സീസൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ വാസ് എ ഫാൻ ഓഫ് റോബിൻ. അതായത് എനിക്ക് ഇഷ്ടമായിരുന്നു റോബിനെ. എല്ലാവർക്കും ആ ഒരു ഒറ്റപ്പെടുത്തലുകൾ കാണുന്ന സമയത്ത് അയാളുടെ രീതികളിലോടൊരു ഇഷ്ടം തോന്നിയായിരുന്നു. അങ്ങനെ ഐ ഫെൽറ്റ് ലൈക്ക് ഐ എം നോട്ട് എ ഫാൻ ഓഫ് റോബിൻ, പക്ഷേ ഐ ഫെൽറ്റ് ലൈക്ക് ഹീസ് എ ഗുഡ് ഗെയിമർ. നിങ്ങൾ പറഞ്ഞ സേതവന്റെ നല്ല ഗെയിമർ ആയിരുന്നു സാബു ചേട്ടനും. ഇവർ രണ്ടുപേരും കൂടെ അഭിപ്രായം കടന്നു വന്നു. അപ്പൊ അവർ ആ സമയത്ത് അവിടെ ഇല്ലാതെ പോയി എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു മിസ്സിംഗ് ആണ്. ഫിയർ ഓഫ് ഫോമോ. എനിക്ക് ഭയങ്കര ഫോമോ അടിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ഇങ്ങനത്തെ ഒരു ചലഞ്ചസ് വരട്ടെ, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ. കാരണം നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണതിന് നമുക്കൊരു ഫണ്ണില്ല. അതായത് ആരും വരണില്ല എൻ്റെ അടുത്ത്. ഒരു പരിധി വരെ സംസാരിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ആളുകൾ എൻ്റെ അടുത്ത് ഒരുപാട് ഫൈറ്റ് ചെയ്യാൻ വേർബലി വരുന്നില്ല. സാബു ചേട്ടനും ശ്വേതിച്ചൊക്കെ സംസാരിച്ച് നിൽക്കാൻ അറിയുന്ന ആൾക്കാർ. അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു ഫണ്ണുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഞാൻ പുറത്തിരുന്ന് ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ഞാൻ ആലോചിക്കും, അതായത് അയ്യോ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. ടാസ്ക് ചെയ്യുമ്പോഴാണെങ്കിലും അവർ ആ ടാസ്ക് കുളം തോണ്ടി, അതായത് ആ ഹോട്ടൽ ടാസ്കിന് ഭയങ്കര ഫണ്ണായിട്ട് ചെയ്യാവുന്ന ഒരു സാധനത്തിന് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൽ കുറച്ച് പേര് നന്നായിട്ട് ചെയ്തു, പക്ഷെ ഭൂരിഭാഗം പേർക്കും ആ ടാസ്ക് എന്താണെന്ന് മനസ്സിൽ പോലും ആയില്ല. എനിക്ക് ജാസ്മിൻ ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ റോബോട്ട് ഫസ്റ്റ് ദിവസം 2 ദിവസത്തെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം റോബോട്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പീപ്പിൾ തോട്ട് റോബോട്ട് ഭയങ്കര പതുക്കെ നടക്കുന്ന, ഒന്നും സംസാരിക്കാത്ത, ഭയങ്കര ശരിക്കും അൻസിബ കൊടുത്തത് ജാസ്മിനെ പെർഫോം ചെയ്യാനായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജാസ്മിനെ ഒതുക്കാൻ വേണ്ടി കൊടുത്തതാണ് റോബോട്ട്. പക്ഷെ അവൾ അതിൻ്റെ പോസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അവർക്കെതിരെ ഉപയോഗിച്ചു. അതാണ് ഗെയിം. അവിടെയാണ് ബ്രില്യൻസ് വരുന്നത്. അതായത് ആളുകൾ വിചാരിക്കുകയാണ് ഓക്കെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവർക്ക് ഇത് കൊടുക്കാം, പെർഫോം ചെയ്യാൻ സ്പേസ് ഇല്ല, അതുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് അതിനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പാക്ട്ഫുൾ പെർഫോമൻസിലേക്ക് ട്വിസ്റ്റ് ചെയ്യുമ്പോഴാണ് ബ്രില്യൻസ് വരുന്നത്. ഐ ലവ് ദാറ്റ് ഗെയിം. ഞാനാണെങ്കിലും ആ സെയിം സാധനം ചെയ്തേനെ. റോബോട്ടിനെ എനിക്ക് തന്നിരുന്നെങ്കിൽ എല്ലാത്തിനും ഞാൻ പൊരിച്ചാൻ അതിൻ്റെ അകത്തിട്ടുണ്ട്. ഇല്ല എനിക്ക് ഇതിപ്പോൾ ഓരോരുത്തരും പുറത്തു പോകുന്നതൊക്കെ ഭയങ്കര എന്താ പറയുക, ഓഡിയൻസിൻ്റെ ചോയ്സാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. മെജോറിറ്റിക്ക് എന്നോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പുറത്തു പോയത്. ശ്രീദേവി ചേച്ചി ആണെങ്കിലും കോണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ഗെയിം അല്ല, ഷീസ് നോട്ട് എ ഗുഡ് ഗെയിമർ, ബട്ട് ഷീസ് എ പെർഫോമർ. ഈ ഗെയിമിന് അവരെയും ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപിടുത്തം മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഫണ്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ഞങ്ങൾ റാപ്പ് സോങ് എഴുതിയ ടാസ്കിലാണെങ്കിലും പാട്ട് എഴുതിയ ടാസ്കിലാണെങ്കിലും കഥകളുടെ ഇതൊക്കെ ആണെങ്കിലും ശ്രീരേഖ ചേച്ചി ഈസ് എ വെരി ടാലൻറ്റഡ് പേഴ്സൺ. പുള്ളിക്കാരിക്ക് ആ കാര്യത്തിൽ ആ പുള്ളിക്കാരി ഉള്ളതുകൊണ്ട് ഭയങ്കര അവിടെ ഒരു അസറ്റാണ്.
പക്ഷേ ഗെയിം പെർസ്പെക്റ്റീവിൽ പുള്ളിക്കാരി വീക്ക് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് അടിപിടുത്തങ്ങൾ ഉണ്ടാക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റേ കോണ്ടന്റ് വേറെ രീതിയിലുള്ള കോണ്ടന്റുകൾ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് തോന്നിയതുകൊണ്ട്, മെജോറിറ്റിക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം പുറത്തു പോയത്. അല്ലെങ്കിൽ ആളെക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. ഐ മീൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഫിറ്റസ്റ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രീരേഖയുടെ മറ്റേ ലവ് പ്രേമിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പ്രേമം ആ കാണിക്കുന്ന അതും ഭയങ്കര രസമല്ല, പൂവാലൻ നമ്മള് ചിരിച്ചില്ലേ? പൂവാലൻ ടാസ്കിലാണെങ്കിലും മറ്റേ ആ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ചെയ്ത പരിപാടിയിലാണെങ്കിലും എന്റെ ഫോൺ എന്റെ കയ്യിലല്ലായിരുന്നു, എന്റെ ഷീസ് വെരി ടാലന്റഡ്. പുള്ളിക്കാരി ഒരു ആക്ട്രസ് ആണ്, ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതെ അങ്ങനെ തന്നെ നിന്നിട്ടുള്ളൂ. നോട്ട് ആസ് എ ഗെയിമർ. ഷി ഹവ് നെവർ സ്റ്റേഡ് ആസ് എ ഗെയിമർ. ഗെയിമറായിട്ട് നിൽക്കാൻ നോക്കുമ്പോൾ ഒക്കെ പുള്ളിക്കാരിക്ക് പാളുമായിരുന്നു. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഷി വാസ് ബ്രില്യൻ. പുള്ളിക്കാരിയുടെ ടാലന്റിനെ അടിപൊളിയായിട്ട് കാണിച്ചു. അതുകൊണ്ട് തന്നെ ഷീൽ ഗെറ്റ് എ ലോട്ട് ഓഫ് വർക്ക്സ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ 100 ദിവസം എങ്ങനെ നിൽക്കുന്നു, ഇത് ജയിക്കുന്നു എന്നുള്ളതിലല്ല, നമ്മളുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുന്നു, ഇതിൽ നിന്ന് എങ്ങനെ നമ്മളെ ജീവിതത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ശ്രീരേഖ ആസ് എ കണ്ടസ്റ്റന്റ് ഷീ ഷോക്കേസ്ഡ് ഹർ ടാലൻസ് ടു ദ എക്സ്ട്രീംലി കാണിച്ചു. എന്താണ് എനിക്ക് ടാലന്റ് ഉണ്ട്, ഞാൻ ഇതാണ് ഇന്ന കഴിവുകളുണ്ട്, എല്ലാം കാണിച്ചു. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ പുള്ളിക്കാരിക്ക് അത് പെർസ്പെക്റ്റീവ് അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരുപാട് ചാൻസുകൾ വരും, നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റും. അതാണ് ദാറ്റ്സ് വിന്നിങ്. അങ്ങനെ ഒരു അവസരം ശരിയായിട്ടും ഗബ്രിക്ക് കിട്ടിയില്ല. അഭിനയിക്കാനുള്ള സാധ്യതകൾ ഞാൻ കൂടുതലും ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവ് ആലോചിച്ചിട്ടില്ല. അഭിനയിച്ചിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, ചെയ്യേണ്ടതെല്ലാം ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇല്ല അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇതിൽ മറ്റേ ജീവൻ മരണ പോരാട്ടമൊന്നും അല്ലല്ലോ. നമുക്ക് ജീവിതം പുറത്തുണ്ട്. 100 days ഒരു ഫൺ, 100 days നമ്മളൊരു എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് അവിടെ ചെന്ന് നിന്ന് എൻജോയ് ചെയ്ത് ഗെയിം കളിച്ച് ഫൺ. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. പറയുന്നവരെല്ലാവരും എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, എന്നെ എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഗബ്രി വളരെ നല്ല സ്വീകരണമായിരുന്നു. ഞങ്ങൾ പേടിച്ചു ഇനിയിപ്പം അച്ഛനും അമ്മയ്ക്ക് എതിരായിട്ട് നിൽക്കുക. ഇല്ല അവർക്ക് ഞങ്ങളെ സ്വീകരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു. എന്റെ അപ്പനമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് അവരുടെ കാര്യമല്ല അവിടെ ചിന്തിച്ചത്. അവരെ സംബന്ധിച്ച് അവര് അകത്തുനിന്ന് ഞാൻ വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ ഈ സൈബർ ബുള്ളിങ്ങും ഈ ഹെയ്റ്റൊക്കെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ അതിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഓക്കെ, അവർ നല്ല രീതിയിൽ ഡീൽ ചെയ്തപ്പോൾ ഞാനും ഓക്കെ. അങ്ങനെയാണ്. അപ്പോൾ ദേ വെരി ഗുഡ് പീപ്പിൾ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ഞങ്ങൾക്ക് ഈ സമയം തന്നു. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പുറകെ നടന്ന് ശല്യം ചെയ്തില്ല ആൾക്കാരെ. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിട്ട് കുറച്ച് തിരക്കില്ലാതെ കിട്ടി. ഓടുന്നോ ഓടാതിരിക്കോ ആൾക്കാർ കുറെ കണ്ടു എന്നുള്ളത് ഒന്നുമല്ല ഞങ്ങളെ പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾക്ക് കുറെ സമയം അദ്ദേഹത്തോടും ചെലവഴിക്കാൻ കഴിഞ്ഞു. ഏതായാലും നല്ലൊരു കലാകാരനാണ്. ഇനിയുമെങ്കിലും ഈ തേപ്പൊക്കെ ഗബ്രിയും പറയുന്നത്. ഗബ്രിയും അടുത്തത്. കാരണം നമുക്കും എല്ലാവർക്കും തെറ്റുകൾ പറ്റും. അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. അത് വലിയ തെറ്റുകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും എല്ലാ ആശംസകളും തരുന്നു. കൂടുതൽ പ്രോജക്റ്റുകൾ ഉണ്ടാകട്ടെ, നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാകട്ടെ. ലാലേട്ടനോടൊക്കെ നല്ല റോളുകൾ അനിയനോടൊക്കെ അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം വളരെ സന്തോഷം. അല്ല, കാറ്റൊരിക്കലും ഒരു ഡയറക്ഷനിലേക്ക് വീശില്ല. കാറ്റിന്റെ ഗതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കയറ്റം ദൈവമായിട്ട് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുതരുന്നുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. Obviously, that's the task. അതാണ് ടാസ്ക്. അത് നടക്കട്ടെ. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങൾ താങ്ക് യു so much.